എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് യുവർ എയിമിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നവോത്ഥാന നായകരെ കുറിച്ചാണ്. നവോത്ഥാന നായകർ പാർട്ട് 8. സി കേശവൻ. സി കേശവനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സി കേശവൻ ജനിച്ചത് എന്ന് 1891 മെയ് 3. സി കേശവൻ ജനിച്ചത് എവിടെ? കൊല്ലം ജില്ലയിലെ മയ്യനാട്ട് തട്ടാന്റെ കിഴക്കേതിൽ വീട്ടിൽ. സി കേശവന്റെ പിതാവ് ആര്? നെയ്ത്തുകാരനായ കുഞ്ചൻ. സി കേശവന്റെ മാതാവ് ആര്? ചക്കി. സി കേശവന്റെ ഭാര്യ ആര്? വാസന്തി. 1920 ഇവരുടെ വിവാഹം. സി കേശവന്റെ ഗുരു ആര്? M.A. പരമപിള്ള. 1932 ഭരണ പരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധം എന്ന നിലയിൽ ആരംഭിച്ച പ്രക്ഷോഭം ഏത്? നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നിർദ്ദേശിച്ചത് ആര്? സംസ്കൃത പണ്ഡിതനായ I.C. ചാക്കോ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിച്ചത് ആരൊക്കെ? സി കേശവൻ, T.M. വർഗീസ്, പട്ടം താളുപിള്ള. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സി കേശവൻ നടത്തിയ പ്രസംഗം അറിയപ്പെടുന്നത് എന്ത്? കോഴഞ്ചേരി പ്രസംഗം. എന്നാണ് സി കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്? 1935 മെയ് 13. കോഴഞ്ചേരി പ്രസംഗത്തെ തുടർന്ന് സി കേശവനെ അറസ്റ്റ് ചെയ്തത് എന്ന്? 1935 ജൂൺ 7. ഇത്രയുള്ളൂ, തൂക്കിലിടാമെന്നാണല്ലോ ഞാൻ കരുതിയത് എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആര്? സി കേശവൻ. കോഴഞ്ചേരി പ്രസംഗത്തെ തുടർന്ന് ജയിൽ ശിക്ഷ ലഭിച്ച സി കേശവൻ എന്നാണ് ജയിൽ മോചിതനായത്? 1937 ഓഗസ്റ്റ് 25. കൗമുദി എന്ന പത്രം ആരംഭിച്ച നവോത്ഥാന നായകൻ ആര്? സി കേശവൻ. സിംഹള സിംഹം എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആര്? സി കേശവൻ. നിവർത്തന പ്രക്ഷോഭത്തെ തുടർന്ന് തിരുവിതാംകൂറിൽ പ്രവർത്തനം ആരംഭിച്ച കമ്മീഷൻ ഏത്? പബ്ലിക് സർവീസ് കമ്മീഷൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ അധ്യക്ഷൻ ആര്? പട്ടം M. താളുപിള്ള. സി കേശവൻ രചിച്ച വിഖ്യാതമായ ആത്മകഥ ഏത്? ജീവിത സമരം. കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രം കൂടിയാണത്. സി കേശവന്റെ ആത്മകഥയായ ജീവിത സമരത്തിലെ ആമുഖം രചിച്ചത് ആര്? കെ. ബാലകൃഷ്ണൻ. സി കേശവന്റെ മകനാണ്. തിരുവിതാംകൂറിൽ കിരീടം ചൂടാത്ത രാജാവ് എന്ന് വിശേഷണമുള്ള നവോത്ഥാന നായകൻ ആര്? സി കേശവൻ. തിരുവിതാംകൂറിലെ കിരീടം വെക്കാത്ത രാജാവ് എന്ന് സി കേശവനെ വിശേഷിപ്പിച്ച വ്യക്തി ആര്? T.M. വർഗീസ്. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം അസ്തമിക്കും എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ ആര്? സി കേശവൻ. 1947 സെപ്റ്റംബർ 14 തിരുവനന്തപുരം വക്കത്ത് നടത്തിയ പ്രസംഗത്തിൽ ഭഗവാൻ കാറൽ മാർക്സ് എന്ന പ്രസിദ്ധമായ പ്രയോഗം നടത്തിയത് ആര്? സി കേശവൻ. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആര്?
സി കേശവൻ. 1947 ഡിസംബർ 4 ഉദ്ഘാടനം. പാലിയം സത്യാഗ്രഹം നടന്നത് എവിടെ? എറണാകുളം ജില്ലയിലുള്ള ചെന്നമംഗലത്താണ്. തൊട്ടുകൂടായ്മയ്ക്ക് എതിരെ സ്വാതന്ത്ര്യത്തിനു ശേഷം നടന്ന സത്യാഗ്രഹം ഏതാണ്? പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹത്തിലെ രക്തസാക്ഷി ആര്? എ.ജി. വേലായുധൻ. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം നടന്നത് എന്ന്? 1947 ഡിസംബർ 4. തിരുവിതാംകൂറിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭയിലെ അംഗമായിരുന്ന നവോത്ഥാന നായകൻ ആര്? സി കേശവൻ. തിരുവിതാംകൂറിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭ അധികാരമേറ്റത് എന്ന്? 1948 മാർച്ച് 24. തിരുകൊച്ചി സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രി ആര്? പറവൂർ ടി.കെ. നാരായണ പിള്ള. 1951 മാർച്ച് 2 മന്ത്രിസഭ രാജിവെക്കുകയും ചെയ്തു. തിരുകൊച്ചി സംസ്ഥാനത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആര്? സി കേശവൻ. 1951 മാർച്ച് 3 ചുമതല ഏറ്റു. അത് കഴിഞ്ഞ് 1952 മാർച്ച് 12 ആ മന്ത്രിസഭയും രാജിവെച്ചു. സി കേശവൻ അന്തരിച്ചത് എന്ന്? 1969 ജൂലൈ 7. സി കേശവന്റെ പ്രധാന കൃതി ഏത്? ക്രിസ്തു സഹസ്രനാമം.